ഒച്ചയോടെ വാതിലടയുന്ന ശബ്ദം കേട്ട് സുമംഗല എണീറ്റ് വന്നു. പ്രവീണയുടെ ശബ്ദം പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ വിജൃംഭിതമായിരുന്നു. ആരാ മോളെ വന്നത്? നീ എന്തിനാ വാതിലടച്ചുളഞ്ഞത്? സുമംഗല അവളോട് തിരക്കി. അവൾ വന്നിരിക്കുന്നു, അച്ഛൻ്റെ ദത്തുപുത്രി. അവൾ അനുമോളെയും കൂട്ടി ഇവിടെ വന്നിരിക്കുന്നു. എന്ത് ധൈര്യത്തിലാ നമ്മളെല്ലാം വെല്ലുവിളിക്കാൻ അവൾ ഇങ്ങോട്ട് വന്നതെന്ന് നോക്ക്. നമ്മൾക്കെല്ലാവർക്കും അവളെ കണ്ണിന് നേർക്ക് കണ്ടുകൂടാ എന്നറിയാമായിരുന്നിട്ടും അനുവിനെയും കൂട്ടി ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവളുടെ ചങ്കുറപ്പ് എത്രയുണ്ടെന്ന് അമ്മയൊന്ന് ഓർത്തു നോക്ക്. അമ്മ അവളെ പറഞ്ഞു വിടുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ അവളെ ഇവിടെ ഇട്ട് എന്തെങ്കിലും ചെയ്തു പോവും. എല്ലാം വരുത്തി വെച്ചിട്ട് ഒരു കോസലുമില്ലാതെ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? ഒരു ലെവലേശം പോലും ഉളുപ്പില്ലാതെ. പ്രവീണ പല്ലുകൾ ഞെരിച്ചു. എന്താ സുമേ, എന്തിനാ പ്രവീണ നിന്ന് രക്ഷപ്പെടുന്നത്? മോഹനൻ തമ്പി അവിടേക്ക് വന്ന് ചോദിച്ചു. സുമംഗല അതിന് മറുപടി പറയാതെ ചെന്ന് വാതിൽ തുറന്നു. അനുറാണി നോമിയം കൂട്ടി മടങ്ങിപ്പോകാൻ തുടങ്ങുകയായിരുന്നു. പിന്നിൽ വാതിൽ തുറന്ന് തണുത്ത വായു വന്ന് ശരീരത്തടിച്ചപ്പോൾ അനുറാണി തിരിഞ്ഞു നോക്കി. എവിടെ പോകാ അനു? നീ വന്നത് ഇങ്ങോട്ടാണെങ്കിൽ അകത്തേക്ക് കയറ്. എനിക്ക് വാതിലടയ്ക്കണം. സുമംഗല അവിടെ നിന്നുകൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. വാ ചേച്ചി, അമ്മ വിളിക്കുന്നു. അനുറാണി നവമിയുടെ കൈക്ക് പിടിച്ചു. നിന്നോട് അനു ഞാൻ പറഞ്ഞത് അകത്തേക്ക് കയറാൻ, അല്ലാതെ വഴിയെ ഓരിയിട്ട് പോകുന്ന കൊടിച്ചുപട്ടികളോടല്ല. കൊടിച്ചുപട്ടികളോ? ഈ ആശുപത്രിയിലോ? എവിടെ അമ്മേ? അനുറാണി അവിടെയെല്ലാം പട്ടിയെ തിരയും പോലെ നോക്കി. ഞാനിവിടെയൊന്നും കാണുന്നില്ലല്ലോ അമ്മേ, അമ്മ പറഞ്ഞ സാധനത്തെ. ചേച്ചി കണ്ടോ ചേച്ചി, ഇതിലെ ഏതെങ്കിലും കൊടിച്ചുപട്ടികൾ ഓരിയിട്ട് കൊണ്ടുപോകുന്നത്? അനുറാണി നവമിയെ നോക്കി ചോദിച്ചു. അത് തനിക്ക് നേർക്കുള്ള മകളുടെ പരിഹാസമാണെന്ന് സുമംഗലയ്ക്ക് മനസ്സിലായി. മതിയടി നീ നിന്റെ മറ്റവളെ രസിപ്പിച്ചത്. അവളുടെ മുഖം കണ്ടാൽ അറിയാമല്ലോ നീ പറഞ്ഞത് അവൾക്ക് നന്നായി പിടിച്ചിട്ടുണ്ടെന്ന്. നാണമില്ലാതെ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു അവൾ, അർഹതയില്ലാത്ത ഇടം സ്വന്തമാക്കാൻ. സുമംഗല നവമിയെ വെറുപ്പോടെ നോക്കി. അമ്മ ഈ പറഞ്ഞത് നവമി ചേച്ചിയാണെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛൻ്റെ മകൾക്ക് ആ റൂമിൽ നിങ്ങൾക്കൊപ്പം ഇരിക്കാൻ ഒരു സ്ഥാനമില്ലെങ്കിൽ അതേ അച്ഛൻ്റെ മകളായ എനിക്കും കാണില്ലല്ലോ അമ്മേ അവിടെ ഒരു സ്ഥാനം. അതുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ്. ഒബ്സർവേഷൻ റൂമിൽ പോയി ഞങ്ങൾ അച്ഛനെ കണ്ടിരുന്നു. നന്നായി. ഏതായാലും നീ അവളെ കൊണ്ടുപോയി വിജയേട്ടനെ കാണിച്ചു കൊടുത്തല്ലോ. വിജയേട്ടനും ഇപ്പോൾ സന്തോഷമായി കാണും. അതിരിക്കട്ടെ, എവിടേക്കാണ് അച്ഛൻ്റെ മകൾ മടങ്ങി പോകുന്നത്? എൻ്റെ വീട്ടിലേക്കോ? അവിടേക്ക് പോകുന്നതൊക്കെ കൊള്ളാം. ഞാൻ അവിടെ തിരിച്ചു വരുമ്പോൾ നീ മാത്രമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവളുടെ നിഴൽ പോലും അവിടെ കാണാൻ പാടില്ല. അച്ഛൻ്റെ 2 മക്കളും കേട്ടല്ലോ. എന്നാൽ പൊയ്ക്കോ. നവമി ചേച്ചി അവിടെ കാണാൻ പാടില്ലെന്നോ? ചേച്ചി പിന്നെ എങ്ങോട്ട് പോകും അമ്മേ? അതൊന്നും എനിക്കറിയില്ല. അവൾക്ക് എങ്ങോട്ട് വേണേ പോകാം. അവൾ ഇത്രയും നാൾ ജീവിച്ചത് എവിടാണോ അവിടേക്ക് തിരികെ പോകാം. ഇനി അതിന് അവൾക്ക് മടിയാണെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ പോയിരിക്കട്ടെ. അവിടെ നിന്ന് ആരും ഇവളെ ഇറക്കിവിടാൻ വരില്ലല്ലോ. ഇതിലേത് തിരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും എൻ്റെ വീട്ടിൽ ഇനി ഇവൾ കാണാൻ പാടില്ല. അമ്മയുടെ വീടാണതെന്ന് അമ്മ പറഞ്ഞല്ലോ. അച്ഛൻ അമ്മയുടെ ഭർത്താവായ സ്ഥിതിക്ക് അപ്പോൾ അതിൽ അച്ഛനുമില്ലേ അമ്മയെ അവകാശം? അങ്ങനെ വരുമ്പോൾ അച്ഛൻ സ്വന്തം മകളാണെന്ന് പരസ്യപ്പെടുത്തിയ നവമി ചേച്ചിയുടെ അച്ഛൻ്റെ അവകാശത്തിൽ നിന്ന് അമ്മ പറയുമ്പോൾ എന്തിനിറങ്ങിപ്പോണം? ഇനി നവമി ചേച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോയേ തീരൂ എന്ന് അമ്മയ്ക്കുണ്ടെങ്കിൽ ചേച്ചിക്ക് പോയി താമസിക്കാനുള്ള സുരക്ഷിതമായ ഒരിടം അമ്മയോ അമ്മയുടെ സഹോദരന്മാരോ ചേർന്ന് കണ്ടെത്തിത്ത. അപ്പോൾ ഇറങ്ങിത്തരും നവമി ചേച്ചി നമ്മുടെ വീട്ടിൽ നിന്ന്, അച്ഛൻ്റെ അവകാശത്തിൽ നിന്ന്. അല്ലാതെ നവമി ചേച്ചി എങ്ങോട്ടും പോകില്ലമ്മേ. അനുറാണി വീറോടെ പറഞ്ഞു. അത് നീ തീരുമാനിച്ച പോരല്ലോ. ഇനി ആ വീട്ടിൽ ഇവൾ ഉണ്ടാവാൻ പാടില്ല എന്ന് സുമംഗല പറഞ്ഞാൽ ഉണ്ടാകാൻ പാടില്ലെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഞാൻ വരുമ്പോൾ ഇവൾ ആ വീട്ടിലുണ്ടാകാൻ ഇടയായാൽ ആരുടെയും സഹായമില്ലാതെ കഴുത്തിന് പിടിച്ച് ഞാൻ ഇവളെ വെളിയിൽ തള്ളിയിരിക്കും. വെറുതെ നീയായിട്ട് അതിനുള്ള അവസരം അമ്മയ്ക്ക് ഉണ്ടാക്കി തരല്ലേ അനുമോളെ? സുമംഗലയുടെ മുഖത്തൊരു പരിഹാസച്ചിരിയുണ്ടായി. വാ ചേച്ചി. ഇനി അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നിയപ്പോൾ അനുറാണി നവമിയെയും കൂട്ടി തിരിച്ച് നടന്നുപോയി. അവർ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകുന്നത് കണ്ട ശേഷം സുമംഗല റൂമിനുള്ളിലേക്ക് കയറി വാതിലടച്ചു. നീ വലിയ അബദ്ധമാണല്ലോ സുമയെ കാണിച്ചത്. എല്ലാം ശ്രവിച്ചു നിന്ന മോഹനൻ തമ്പി അവളോട് പറഞ്ഞു. എന്ത് അബദ്ധം മോനേട്ടാ? അവളെ എൻ്റെ വീട്ടിൽ നിന്ന് കുടിയിറക്കി വിടുന്നതാണോ അബദ്ധം? അതോ അവളുടെ കൂടെ അനുമോളും ഇറങ്ങിപ്പോകുമെന്ന് മോനേട്ടൻ കരുതിയോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ? സുമംഗലയുടെ നെറ്റി ചുളിഞ്ഞു. നിന്റെ വാക്ക് കേട്ട് അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നിനക്കുണ്ടാകാൻ പോകുന്ന ഭീമമായ നഷ്ടത്തെക്കുറിച്ച് നീ ഇതുവരെ ചിന്തിച്ചില്ലേ സുമേ? അവൾ ആ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നതോടെ എൻ്റെ നഷ്ടപ്പെട്ടു പോയ മനസമാധാനം തിരിച്ചു കിട്ടും എന്നതിനുപരി എനിക്കൊരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല മോനേട്ടാ. അത് നിന്റെ തോന്നലാ സുമേ. നേരത്തെ നിന്നോട് ഞാൻ വിജയകൃഷ്ണൻ്റെ സമ്പാദ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടോ? ദാനധർമാദികൾ ചെയ്തതിന് ശേഷം വിജയകൃഷ്ണൻ അക്കൗണ്ടിൽ കിടന്ന മിച്ചം തുകയെടുത്ത് വിജയൻ അയാളുടെ മകൾക്ക് സ്വർണം വാങ്ങിച്ചു കൊടുത്തെന്ന്. നിന്റെ ഭീഷണിക്ക് വശംവദയായി അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അവളുടെ പക്കലുള്ള സർവ്വ സ്വർണവും എടുത്തുകൊണ്ടായിരിക്കില്ലേ അവൾ പോകുന്നത്? ആർക്കെങ്കിലും അപ്പോൾ അവളെ തടഞ്ഞു നിർത്താൻ പറ്റുമോ? അവൾ കൈയടക്കി കൊണ്ടുപോകുന്ന മുതൽ മുഴുവൻ വിജയൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് ഓർമ്മ വേണം. വിജയൻ്റെ മുതൽ അനുഭവിക്കേണ്ടത് എവിടെയോ വളർന്നിട്ട്
പെട്ടെന്നൊരു ദിവസം എല്ലാവരുടെയും മുമ്പിലേക്ക് വന്നു നിന്ന് വിജയനാണ് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞവളാണോ, അതോ അയാളുടെ ജീവിതകാലം മുഴുവൻ താങ്ങും തണലുമായി നിന്ന് അയാൾക്കൊരു കുടുംബമുണ്ടാക്കി കൊടുത്ത നീയും നിന്റെ മക്കളുമാണോ? നിനക്കും നിന്റെ മക്കൾക്കും അവകാശപ്പെട്ടതെല്ലാം എവിടെ നിന്നോ വന്ന ഒരുത്തി കൈയടക്കിക്കൊണ്ട് കടന്നു കളയുന്നത് നീ എങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കും സുമേ? അങ്ങനെ ചിന്തിക്കാൻ പോലും നിനക്ക് നാണമാവുന്നില്ലേ? ഞാനെന്ത് വേണമെന്നാ മോനേട്ടൻ പറയുന്നത്? ആ നാശത്തിനെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ എൻ്റെ സമനില പോവും. അതിൻ്റെ കൂടെ അവൾ എനിക്കൊപ്പം ഒരേ വീട്ടിൽ അന്തിയുറങ്ങുന്നതിനെക്കുറിച്ച് മോനേട്ടൻ ഒന്ന് ആലോചിച്ചു നോക്ക്. അവളെ ഇനി ആ വീട്ടിൽ നിർത്തുന്നതിനോട് എനിക്കും യോജിപ്പില്ല. പക്ഷേ ആ സ്വർണം, നിനക്കും നിന്റെ മക്കൾക്കും അവകാശപ്പെട്ട ആ ധനം നിങ്ങൾക്ക് കൈമോശം വരാൻ പാടില്ല. അത് നിന്റെ കയ്യിൽ എത്തിയ ശേഷം അവൾ എങ്ങോട്ടൊന്ന് വെച്ചാൽ പൊക്കോട്ടെ. എന്താ? അയാൾ ഒരു മറുപടിക്ക് കാത്ത് സഹോദരിയെ നോക്കി. സുമംഗല മറുപടിയൊന്നും പറയാതിരുന്നപ്പോൾ അയാൾ തുടർന്നു. എന്താന്ന് വെച്ചാൽ നീ ആലോചിച്ചേ. വിജയന്റെ സമ്പാദ്യത്തിൽ അവളേക്കാൾ അവകാശം നിനക്കും മക്കൾക്കുമാണെന്ന വസ്തുത നീ മറന്നു പോകരുത്. സുമംഗല ചിന്തിച്ചു നിൽക്കെ അവരോട് യാത്ര പറഞ്ഞ ശേഷം മോഹനൻ തമ്പി പാലായ്ക്കും പ്രദീപനും വിജയശ്രീയും തൊടുപുഴയ്ക്കും കാറോടിച്ചു പോയി. മോഹനൻ തമ്പി മടങ്ങി വരുന്നതും കാത്തിരിക്കുകയായിരുന്നു മല്ലിക. ഇടയ്ക്ക് വിശേഷമറിയാനായി മല്ലിക 2 തവണ ഭർത്താവിന്റെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും അത് സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു. വിജയകൃഷ്ണന്റെ സ്ഥിതിയും ഹോസ്പിറ്റലിൽ നടന്ന സംഭവമെല്ലാം അയാൾ ഭാര്യയോട് വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. ആ സ്വർണമെല്ലാം പിടിച്ചു പറിച്ചെടുത്തിട്ട് ആ പെണ്ണിനെ എവിടെ കൊണ്ടുപോയി നടതള്ളാനാ മോനേട്ടന്റെ സഹോദരിയുടെ പ്ലാൻ? വെറുതെ കയ്യും പിടിച്ച് തെരുവിലേക്ക് ഇറക്കിവിടാൻ പറ്റുമോ അവളെപ്പോലൊരു പെണ്ണിനെ? അതെന്തിനാ നമ്മളറിയുന്നത്? അവൾ എവിടേക്കെങ്കിലും പൊക്കോളും. ഭൂമി ഇത്ര വിശാലമായി പടർന്നു കിടക്കുമ്പോൾ അവൾക്ക് പോകാനാണോ ഒരിടമില്ലാത്തത്? എവിടെയെങ്കിലും പോയി ജീവിച്ചോളും അവൾ. അവൾ അത്ര തിരിച്ചറിവില്ലാത്തതോ ബോധമില്ലാത്തവളോ ഒന്നുമല്ലല്ലോ. വിജയകൃഷ്ണൻ ചികിത്സ കഴിഞ്ഞ് എണീറ്റ് വരുമ്പോൾ നവമി എവിടെയെന്ന് തിരക്കില്ലേ? അപ്പോൾ അയാൾക്ക് എന്ത് മറുപടി കൊടുക്കും സുമംഗല? അതൊന്നും ഓർത്ത് നമ്മളാരും ഇപ്പോഴേ തല പുണ്ണാക്കണ്ട. വിജയൻ എണീറ്റ് വന്ന ശേഷമുള്ള കാര്യമല്ലേ അത്. 2 മാസം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞെങ്കിലും ചിലപ്പോൾ വർഷങ്ങളോളം കിടക്കേണ്ടി വന്ന കേസുകളും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഡോക്ടർ രേവതി സൂചിപ്പിച്ചത്. എങ്കിൽ നവമിയുടെ പ്രശ്നത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ മോനേട്ടാ. ഏതായാലും സുമംഗല അവളെ ഇനി ആ വീട്ടിൽ താമസിപ്പിക്കില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് നമുക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാലോ? ഇങ്ങോട്ടോ? ഇവിടെ നമുക്കെന്തിനാ അവളെ? എന്ത് ഭ്രാന്താ മല്ലിക നീ പറയുന്നത്? മോഹനൻ തമ്പി അവൾ പറഞ്ഞത് മനസ്സിലാകാത്ത മട്ടിൽ അവരുടെ മുഖത്തേക്ക് നോക്കി. രാവിലെ 4 മണിക്ക് ഉണർന്ന് അടുക്കളയിൽ കയറിയാൽ പുറം ലോകം കാണുന്നതും വെയിലുദിച്ചോ എന്ന് അറിയുന്നത് പോലും ഞാൻ ഒരു നേരമാകുമ്പോഴാ. രാവിലെ ഓരോരുത്തർക്കുമുള്ള കാപ്പി ഉണ്ടാക്കണം, പാത്രം കഴുകണം, ഓരോ റൂമിലും പോയി ഉരിഞ്ഞെറിഞ്ഞിട്ടുള്ള മുഷിഞ്ഞ തുണികൾ പെറുക്കി കഴുകാനിടണം. മുറ്റം മാത്രമല്ല, അണ്ടകടാഹം പോലുള്ള ഈ വീട് മുഴുവൻ അടിച്ചുവാരി വൃത്തിയാക്കണം. അഞ്ജനയ്ക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറിയും തയ്യാറാക്കേണ്ടതും അതിനിടയിൽ തന്നെ. അവിടെ തീരുമോ ജോലി? വീണ്ടും ഒന്നേന്ന് തുടങ്ങുകയല്ലേ ഉച്ചക്കലത്തേക്ക് വച്ചുണ്ടാക്കാൻ. എല്ലാം ഞാൻ തന്നെ കിടന്ന് മുട്ടുപൊട്ടി ചെയ്യുന്ന വേലകളാണെന്ന് മോനേട്ടൻ അറിയാത്തതല്ലോ. ഓ? മല്ലിക ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നീ ഇതെല്ലാം ഇപ്പോൾ എന്തിനാ മല്ലിക പറയുന്നത്? നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടുള്ളതല്ലേ അടുക്കളയിൽ നിന്റെ സഹായത്തിന് ആരെയെങ്കിലും നിർത്തിക്കോളാൻ. നീ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് നിന്റെ അടുക്കളയിൽ അന്യരാരും കിടന്ന് വിരവുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന്. അവസാനം ഇപ്പോൾ കുറ്റം മുഴുവൻ എനിക്കായോ? മോഹനൻ തമ്പിയെ ഹോസ്പിറ്റലിലേക്ക് ഇട്ടുകൊണ്ടുപോയ ഡ്രസ്സ് മാറുന്നതിനിടയിൽ പറഞ്ഞു. ഞാൻ മോനേട്ടനെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. വയസ്സായി വരികയല്ലേ മോനേട്ട നമുക്കെല്ലാം. അതിൻ്റെ ഓരോ അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട് എനിക്ക്. ഇനിയും എന്തെങ്കിലും ഒരു സഹായത്തിന് വീട്ടിൽ ആരുമില്ലാതിരുന്നാൽ പറ്റില്ല. അഞ്ജനയുടെ കാര്യം മോനേട്ടന് അറിയാവുന്നതല്ലേ. തിന്നുന്ന പാത്രം പോലും സ്വയം എടുത്തൊന്ന് കഴുകി വെക്കില്ല അവൾ. അത് പോട്ടെ എന്ന് വയ്ക്കാം. ഈയിടെയായി അമ്മയുടെ കാര്യമാ കൂടുതൽ കഷ്ടം. അമ്മയുടെ കാലിൽ കുഴമ്പിട്ട് കൊടുക്കാനും കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി കൊടുക്കാനും കാലിൽ കടച്ചിൽ വരുമ്പോൾ മണിക്കൂറുകളോളം ചെന്നിരുന്ന് കാല് തടവി കൊടുക്കാനും അതിനായിട്ടെങ്കിലും ഒരാളെ നിർത്തിയേ പറ്റൂ. എനിക്ക് വയ്യ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ. മല്ലിക പരിഭവം പറയും പോലെ പറഞ്ഞു. മതി നിർത്ത്. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാളെ നിർത്തണമല്ലേ? നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചു നിർത്തിക്കോ. തീർന്നല്ലോ പ്രശ്നം. മോഹനൻ തമ്പി കൈകൾ മലർത്തി കാട്ടി. തീർന്നില്ല. മോനേട്ടൻ ഒരു വാക്കും പറഞ്ഞിട്ട് മുങ്ങിക്കളഞ്ഞാൽ ഞാൻ എവിടെ പോയി അമ്മയെ നോക്കാൻ ആളെ കൊണ്ടുവരാനാ? അല്ലെങ്കിൽ തന്നെ അങ്ങനെ എങ്ങനെയുള്ള ആരെങ്കിലും വന്നാലൊന്നും അമ്മയ്ക്ക് പിടിക്കാൻ പോകുന്നില്ല. ഇത്തിരി വൃത്തിയും വെടുപ്പും ഒക്കെ ഇല്ലാത്ത ആളാണെങ്കിൽ അമ്മ ആ നിമിഷം ഇവിടെന്ന് പറഞ്ഞുവിടും. ഇനി അങ്ങനെ ഒരാളെ ഞാൻ എവിടെ പോയി കണ്ടുപിടിച്ചോണ്ട് വരാനാ? എങ്കിൽ ഏതെങ്കിലും ഏജൻസി വഴി ശ്രമിച്ചു നോക്കാം. അവരോട് വിളിച്ചു പറയേണ്ട താമസമേ ഉള്ളൂ. വീട്ടിൽ ആളെത്തും. വരുന്ന ആളിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവർ ഏറ്റെടുത്തോളും. എന്നിട്ട് വേണം എന്നെ ഇവിടെ തലയ്ക്കടച്ചിട്ടിട്ട് ഉള്ളതെല്ലാം വാരിക്കെട്ടുകൊണ്ട് അവളുമാർക്ക് മുങ്ങാൻ. അല്ലേ? കൊള്ളാം, കാഞ്ഞ ബുദ്ധി തന്നെ. എൻ്റെ മല്ലികേ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയും. അല്ലാതെ നിനക്കും അമ്മയ്ക്കും പിടിക്കുന്ന ഒരെണ്ണത്തിനെ ഞാൻ എവിടെ പോയി തപ്പിക്കൊണ്ടുവരാനാ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പെട്ടെന്ന് പറയണേ.
കൂപ്പിൽ നിന്ന് രണ്ടാമത്തെ തവണയും വിളി വന്നിട്ടുണ്ട്. എനിക്ക് പോണം. മോഹനൻ തമ്പി തിരക്ക് കൂട്ടി. അവളെ എന്തായാലും സുമ ഇനി ആ വീട്ടിൽ നിർത്തില്ലെന്നല്ലേ പറഞ്ഞത്? നമുക്കവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ മോനേട്ടാ? ആരുമില്ലെന്ന് കരുതി കയ്യിൽ പിടിച്ച് തെരുവിലേക്ക് ഇറക്കി വിടുന്നതിലും ഭേദമല്ലേ അത്? അവളോ? ഏതവൾ? ആരെക്കുറിച്ചാണ് നീ പറയുന്നത്? മോഹനൻ തമ്പിയുടെ നെറ്റി ചുളിഞ്ഞു. നവമി, അവളെ സുമംഗല വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ അവൾ എങ്ങോട്ട് പോവും? അവൾ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളും. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. അവൾ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തിരികെ പൊയ്ക്കോളും. അതിനുള്ള വണ്ടിക്കൂലി കൊടുക്കാതെ സുമ എന്തായാലും അവളെ ഇറക്കി വിടില്ല. വണ്ടിക്കൂലി കിട്ടിയത് കൊണ്ട് മാത്രമായില്ലല്ലോ. അവളെ അവർ ആ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും? വല്ല ദുർബുദ്ധിയും തോന്നി പെണ്ണു വല്ല കടുങ്കയും ചെയ്താലോ? അതാ ഞാൻ പറഞ്ഞത് അവൾ വന്ന് ഇവിടെ നിൽക്കട്ടെ എന്ന്. ഇവിടെ നിൽക്കാനോ? അവൾ ഇവിടെ നിന്നാണോ സുമയുടെ വീട്ടിലേക്ക് പോയത്? എൻ്റെ മോനേട്ടൻ പൊട്ടനാണോ അതോ പൊട്ടനാണെന്ന് നടിക്കുന്നതാണോ? ഞാൻ പറഞ്ഞത് എവിടെ നിന്ന് വന്നതായാലും കൈയേൽക്കാൻ ആരുമില്ലാത്ത സ്ഥിതിക്ക് അവളെ നമുക്കിവിടെ കൊണ്ടുവന്ന് നിർത്താമെന്ന. ഏതായാലും അമ്മയെ നോക്കാൻ ഒരാളെ ആവശ്യമുണ്ടല്ലോ. ഇവളാകുമ്പോൾ അക്കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്നെയും സഹായിക്കുമല്ലോ. എന്നുവച്ചാൽ അവളെ നിനക്കിവിടെ വേലക്കാരിയായി കിട്ടണമെന്ന് അല്ലേ? എന്താ അവൾക്കിവിടെ നിന്നാൽ? പോകാനൊരിടമോ തലചായ്ക്കാൻ സുരക്ഷിതമായ സ്ഥലമോ ഇല്ലാത്ത അവൾക്ക് അതൊരു വലിയ സഹായമാകില്ലേ? പകരം ഇവിടെ നിന്ന് അവൾ അമ്മയുടെ കാര്യങ്ങൾ നോക്കട്ടെ. അമ്മ അവൾക്ക് അന്യൊന്നുമല്ലല്ലോ. അവളുടെ അച്ഛൻ്റെ അമ്മായിയമ്മയല്ലേ? വിജയൻ എണീറ്റ് വരുമ്പോൾ കവിളടിച്ച് പൊട്ടിക്കും. നിന്റെ മാത്രമല്ല എൻ്റെയും. അവൻ്റെ മകളെ കൊണ്ട് നമ്മളിവിടെ വീട്ടുവേല ചെയ്യിക്കുകയായിരുന്നു എന്ന് അവൻ അറിയുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ഓർത്തു നോക്ക്. അതൊക്കെ മോനേട്ടൻ ഓർത്തുകൊണ്ടിരുന്നോ? എനിക്കതിന് നേരമില്ല. അയാളുടെ മകൾക്ക് തെരുവിൽ കഴിയാനിടയാകാതെ സുരക്ഷിതമായ ഒരിടം കൊടുത്തതിനാണോ വിജയകൃഷ്ണൻ വക്കീൽ നമ്മുടെ കരണത്തടിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അയാളിനി എന്ന് എണീറ്റ് വരാനാ മോനേട്ടാ? ഇങ്ങനെ വീണവരൊക്കെ അപൂർവമായ കിടക്കയിൽ നിന്ന് എണീറ്റിട്ടുള്ളൂ. ഇയാളുടെ കാര്യം ഇനി എന്താകുമെന്ന് ആര് കണ്ടു? മറ്റെന്തെങ്കിലും അസുഖമായിരുന്നെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞതിൽ പ്രതീക്ഷ വച്ചിരിക്കുന്നതിന് തരക്കേടില്ലായിരുന്നു. വിജയകൃഷ്ണൻ എണീറ്റ് വരുമെന്ന് എനിക്ക് വിശ്വാസം പോരാ മോനേട്ടാ. എന്നാലും അത് വേണ്ട മല്ലികെ. അവസാനം വേലിയിൽ ഇരുന്ന പാമ്പിനെ എടുത്ത് തോളിൽ വച്ച ഗതിയായി പോകും നമുക്ക്. പാമ്പ് വേലിയിലോ വേലിക്ക് വെളിയിലോ എവിടെയാണെന്ന് വെച്ചായിരുന്നോട്ടെ. നീ പറഞ്ഞത് വേണ്ടെന്ന എൻ്റെ അഭിപ്രായം. അതെന്താ മോനേട്ടൻ അങ്ങനെ പറഞ്ഞത്? വേലിയിൽ കിടക്കുന്ന പാമ്പെന്നൊക്കെ അവളെ ഉപമിക്കാൻ എന്താ കാര്യം? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അറിയണ്ടേ ആ കാര്യം? അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അഭി ഇവിടുള്ള കാര്യം നിനക്കറിയില്ലേ? ആഴ്ച അവസാനം അവൻ വന്നാൽ 2 ദിവസം ഇവിടെ കാണില്ലേ? അവനാണെങ്കിൽ ആരുടെയെങ്കിലും സങ്കടം കണ്ടാൽ മനസ്സലിയുന്ന കൂട്ടത്തിലുമാണല്ലോ. പോരാത്തതിന് വിജയൻ്റെ വീട്ടിൽ വച്ച് നവമിയെ അവൻ കണ്ടിട്ടുള്ളതുമല്ലേ? വിജയൻ്റെ മകളാണ് അവളെന്ന് അവൻ അറിയുകയും ചെയ്യാം. അറിഞ്ഞോട്ടെ, അതിനെന്താ? അഭിയുടെ മുമ്പിലേക്ക് കൊഞ്ചു കുഴിഞ്ഞും കൊണ്ട് അവൾ ചെല്ലാതെ ഞാൻ നോക്കിയാൽ പോരെ? അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്താമെന്ന് പറഞ്ഞത് അഭിയെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ വീട്ടിലെ ഒരു ജോലിക്കാരിയുടെ സ്ഥാനത്ത് നിർത്താനാ. അത് നീ കരുതുന്നതല്ലേ മല്ലികേ? അവൾ എവിടെയെങ്കിലും ഒരു രക്ഷയുടെ വാതിൽ തുറന്നു കിട്ടിയാൽ മതിയെന്നോർത്ത് നടക്കുന്നവളാ. അവളോടൊപ്പോ അഭി ഇത്തിരി സിമ്പതി കാണിച്ചാലുള്ള അവസ്ഥയെക്കുറിച്ച് നീയൊന്ന് ചിന്തിച്ചു നോക്ക്. എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാ ഞാൻ പറയുന്നത്. അഭിയുടെ മുമ്പിൽ പോയി നിന്ന് അവൾ കുഴയുന്നതെങ്ങാനും എൻ്റെ കണ്ണിൽപ്പെട്ടാൽ തിളച്ച വെള്ളമെടുത്ത് ഞാൻ അവളുടെ മുഖത്തൊഴിക്കും. പിന്നീട് അവൾ ഒറ്റ ആണിൻ്റെയും മുഖത്ത് നോക്കാൻ ധൈര്യപ്പെടില്ല. ആദ്യം മോനേട്ടൻ സുമയുമായി ഒന്ന് സംസാരിച്ചു നോക്ക്. അമ്മയെ നോക്കാനാണെന്ന് പ്രത്യേകം പറഞ്ഞേക്കണം സുമയോട്. അപ്പോൾ അവൾക്ക് എതിർപ്പുണ്ടാവില്ല. സുമ എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ അമ്മയെ 3 മക്കളും ഓരോ മാസം ഓരോ വീട്ടിലും കൊണ്ട് നിർത്തി നോക്കേണ്ടി വരുമെന്നും പറഞ്ഞേക്ക്. മല്ലികയ്ക്ക് അറിയാമായിരുന്നു എവിടെ പിടിച്ചാൽ നവമി ആരുടെയും ഒരു എതിർപ്പുമില്ലാതെ തൻ്റെ വീട്ടിലെത്തുമെന്ന്. അതവൾ തരം പോലെ പ്രയോഗിക്കുകയും ചെയ്തു.